ഓരോ രാജ്യത്തും വ്യക്തി നിയമം അല്ലെങ്കിൽ സിവിൽ കോഡ് അനുസരിച്ച് വിവാഹം കഴിക്കുന്നതിനും സ്ത്രീക്കും പുരുഷനും നിശ്ചയിച്ച ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ് വിവാഹപ്രായം എന്ന് പറയുന്നത്. മിക്കവാറും രാജ്യങ്ങളിൽ കല്യാണം കഴിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. നമ്മൾ ഇന്ത്യയിലടക്കം ആ നിയമം കൃത്യമായി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ നിയമം തെറ്റിച്ച് വിവാഹം കഴിക്കുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചുമത്തുക. ചില രാജ്യങ്ങളിൽ രക്ഷാകർത്താക്കളുടെയോ കോടതികളുടെയോ അനുവാദപ്രകാരം ഈ പ്രായപരിധിയിൽ ചെറിയ ഇളവും അനുവദനീയമാണ്. ഐക്യരാഷ്ട്രസഭ കല്യാണപ്രായത്തെ സംബന്ധിക്കുന്ന ഒരു അന്തർദേശീയ കരാർ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു 16 രാജ്യങ്ങൾ അതിൽ മുൻപ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 55 രാജ്യങ്ങൾ ഇതിനെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൊടുന്നനെ ഒരു രാജ്യം ഈ ഒരു പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കാൻ പോവുകയാണ്. ആ രാജ്യം പോലും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. അത് വേറെ ആരുമല്ല, ഇറാഖാണ് ഇപ്പോൾ പാർലമെന്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് രാജ്യമൊട്ടാകെ വലിയ വിവാദമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളും വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇപ്പോൾ 18. ബില്ല് ഇറാഖ് പാർലമെന്റ് പാസാക്കിയാൽ 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 15 വയസ്സുള്ള ആൺകുട്ടികളെ വിവാഹം ചെയ്യാം. ഈ ഒരു 9 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വളരെ ചെറിയ പ്രായമാണ്. സ്കൂൾ വിദ്യാഭ്യാസം അടക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടണം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ വിവാഹപ്രായ സമയം ആ ഒരു 9 വയസ്സിലേക്കായിട്ട് ചുരുക്കുന്നത്. മാത്രമല്ല, ആൺകുട്ടികളുടെ വിവാഹപ്രായവും 15 വയസ്സാണ്. ഇതോടെ രാജ്യത്ത് ശൈശവ വിവാഹം വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇറാഖ് പാർലമെന്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ യാഥാസ്ഥിതിക ഷിയ ഇസ്ലാമിസ്റ്റ് പാർട്ടികളുടെ കൂട്ടായ്മയാണ് 1959 ഗാസിം ഗവൺമെന്റിന്റെ കീഴിൽ നടപ്പിലാക്കിയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പോകുന്നത്. കോടതികൾക്ക് പകരം വിവാഹങ്ങൾ തീരുമാനിക്കാൻ ഷിയ, സുന്നി ചാരിറ്റി ഓഫീസുകളെ ഇത് അനുവദിക്കുന്നുണ്ട്. 6ാമത്തെ ഷിയ ഇമാം ജാഫർ അൽ സാദിഖിന്റെ പേരിലുള്ള ജഅഫരി നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 9 വയസ്സുള്ള പെൺകുട്ടികളുടെയും 15 വയസ്സുള്ള ആൺകുട്ടികളുടെയും വിവാഹം ഇത് അനുവദിക്കുന്നുണ്ട്. ഇറാഖ് പാർലമെന്റിൽ MP റെയ്ദ് അൽ മാലിക്കിയാണ് കരട് ബില്ല് അവതരിപ്പിച്ചത്. കരട് രേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളുടെയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഈ ഒരു ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യുണിസെഫ് റിപ്പോർട്ട് പ്രകാരം ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് വിവാഹിതരാകുന്നുണ്ട്. പുതിയ നിയമം വരുന്നതോടെ രാജ്യം ഇനിയും പിന്നോട്ട് പോകുമെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷക സാറ സാംബർ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഭേദഗതി നടപ്പാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 9 വയസ്സും ആൺകുട്ടികളുടേത് 15 വയസ്സായി മാറും. ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.